ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. വെൽക്കം ടു ദി ഹംഗർ ട്രാവലർ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അരിപ്പൊടി കൊണ്ട് അടിപൊളിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണ്. ഇത് തയ്യാറാക്കാനായിട്ട് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന നൈസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ 1 കപ്പ് ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് ചോറായാലും കുഴപ്പമില്ല, വൈറ്റ് റൈസോ അല്ലെങ്കിൽ മട്ട റൈസോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ ഒപ്പം തന്നെ അതിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആദ്യം വെള്ളം ചേർക്കാതെയാണ് ഞാൻ അടിച്ചെടുത്തത്. അതിനുശേഷം കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ദോശമാവിന്റെ പാകത്തിനാണ് നമ്മൾ അടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇത്തിരി ലൂസാണ്, അതുകൊണ്ട് ഞാനൊരു 1/4 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചേർക്കുന്ന വെള്ളത്തിന്റെ അളവനുസരിച്ചിട്ടാണ് കേട്ടോ. കുറച്ച് വെള്ളം ചേർത്തിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഞാൻ ഇതൊന്ന് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 2 പച്ചമുളക് അരിഞ്ഞത്, 1 സപ്പോളയുടെ പകുതി അരിഞ്ഞത്, 1 ക്യാരറ്റ് അരിഞ്ഞത്, ഇവയൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഓരോ തവി മാവായിട്ട് കോരി ഒഴിച്ചിട്ട് എണ്ണ ചൂടായതിനു ശേഷം വേണം ഒഴിക്കാനായിട്ട്. എന്നിട്ട് ഇത് തിരിച്ചു മറിച്ചിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ദോശ പോലെ കിട്ടണമെങ്കിൽ ദോശ തട്ടിലിട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കാവുന്നതാണ്. പക്ഷെ അതിനേക്കാളും ടേസ്റ്റ് ഇതേപോലെ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുന്നതാണ്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഉള്ള് വെന്ത് വരില്ല. അതായത് ഉൾഭാഗം കുറച്ചിങ്ങനെ മാവ് വേവാത്ത പോലെ നമുക്ക് തോന്നും. അത് അങ്ങനെ വേവാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വയറുവേദനയൊക്കെ എടുക്കും. കാരണം അരിപ്പൊടിയല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. നല്ലോണം വെന്തിട്ട് വേണം കഴിക്കാനായിട്ട്. അതുപോലെ ബാക്കിയുള്ള മാവും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഞങ്ങളിത് തക്കാളി ചട്നി കൂട്ടിയിട്ടാണ് കഴിച്ചത്. കറി കൂട്ടിയിട്ട് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് വഴി ഞങ്ങളെ അറിയിക്കണേ. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ.